ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞതാണ്. ഇനി അതിൽ നിന്ന് വേറിടാൻ കഴിയില്ല. പത്രങ്ങൾ മനുഷ്യ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ കഴിയില്ലേ. പത്രങ്ങളാണ്. ടെലിവിഷൻ അതിൻ്റെ ഭാഗം നിർവഹിക്കുന്നത്. തികച്ചും അവിചാരിതമായിട്ടാണ് പത്രപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നത്. മുൻകൂട്ടി ആഗ്രഹിക്കുക പോലും ചെയ്തിരുന്നില്ല. അവിചാരിതമായി പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായി പത്രപ്രവർത്തനം ചെയ്യാൻ നിർബന്ധിതനാവുന്നു. ഇത് ഇപ്പോൾ ഈ റിട്ടയർമെന്റ് വിശ്രമ ജീവിതത്തിന്റെ അവസരത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ പാർട്ടി പ്രവർത്തകൻ ആയിരുന്നോ അല്ലെങ്കിൽ പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ സംതൃപ്തി ഉണ്ടോ? എനിക്ക് സത്യത്തിൽ ഞാൻ ആലോചിച്ച് പോയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും എനിക്കിത് വയ്യാന്ന് പറഞ്ഞ് പാർട്ടിയോട് പറഞ്ഞു, വയ്യ അവരും അതിൽ തുടരടൂ, വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ തുടർന്ന. ഇപ്പോൾ ഞാനിപ്പോൾ 20 വർഷമായി പിരിഞ്ഞിട്ട്. 94 ജനുവരി 31 ഞാൻ പിരിഞ്ഞതാണ്. ആ പിരിയാൻ എന്താ കാരണം എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ എനിക്ക് വയസ്സായിന്. പിരിയാൻ കാരണം മാതൃഭൂമിൻ്റെ ശശി അന്ന് പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻ്റായിരുന്നു. കണ്ണൂർ പ്രസ് ക്ലബിൻ്റെ നമ്മളെപ്പോഴും പ്രസ് ക്ലബിൽ എപ്പോഴും ബന്ധപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ 93 ഏപ്രിൽ മുതലാണ് പത്രക്കാർക്ക് പെൻഷൻ എന്നുള്ളത് അന്നത്തെ മുഖ്യമന്ത്രി കരുണാകരൻ ഏർപ്പെടുത്തിയത്. എനിക്ക് അയാളോട് വളരെയധികം വിധേയത്വമുണ്ട് കരുണാകരനോട്. കാരണം കരുണാകരനായിരുന്നു ഇത് കൊണ്ടുവന്നത്. മറ്റാരെങ്കിലും അന്ന് ഇത്ര എളുപ്പത്തിൽ കൊണ്ടുവരും എന്ന് എനിക്ക് വിശ്വാസമില്ല. പത്രപ്രവർത്തക പെൻഷൻ. അപ്പോൾ നമ്മളെ ഡിമാൻഡ്സ് വെച്ച് 3-4 തവണ അയാളെ കണ്ടു, സംസാരിച്ച്. CR രാമേന്ദ്രൻ ജനറൽ സെക്രട്ടറി പത്രപ്രവർത്തക യൂണിയൻ്റെ, പിന്നെ മലപ്പുറം മൂസ, അവരെല്ലാവരും ഞാൻ നല്ല ബന്ധത്തിലായിരുന്നു. അപ്പോൾ അവരെല്ലാം പോയി കണ്ട് പെൻഷൻ ഏർപ്പെടുത്തണം എന്നുള്ള ഡിമാൻഡ്സ് വെച്ചപ്പോൾ തന്നെ കരുണാകരൻ ശരി അത് പരിഗണിക്കാം എന്ന് പറഞ്ഞ് അയാൾ പരിഗണിക്കാമെന്ന് പറഞ്ഞ് പരിഗണിക്കുകയും ചെയ്ത് 91 ഏപ്രിൽ മാസം മുതൽ നടപ്പിലാക്കി 500 രൂപ. അതിനു മുമ്പേ കേരളത്തിലെ 10 പ്രവർത്തകന്മാർക്ക് 10 മുതിർന്ന പത്രപ്രവർത്തകർക്ക് 1000 രൂപ വെച്ച് മാസം ഒരു ഓണററി കൊടുത്തിരുന്ന അയാൾ കരുണാകരൻ തന്നെ. ഇത് നടപ്പാകുന്നതിന് മുമ്പ്. അപ്പോൾ അത് അങ്ങനെ ഒരു ഇത് വന്നു. പിന്നെ മാർച്ച് 93 ഏപ്രിൽ തുടങ്ങി 94 ജനുവരി 30 ആകുമ്പോഴത്തേക്ക് 10 മാസമായി. 10 മാസ സംഖ്യ ഒന്നായി അടച്ചാൽ അവർക്ക് പെൻഷൻ നൽകാവുന്നതാണെന്നുള്ളൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. മനസ്സിലായില്ല? എനിക്ക് സംഭവം മനസ്സിലായ. തുടർച്ചയായി 10 മാസ സംഖ്യ ഒന്നായി അടച്ചാൽ അവർക്ക് പെൻഷൻ. അപ്പോൾ പിന്നെ ശശി എന്നോട് പറഞ്ഞു ഇങ്ങനൊരു സൗകര്യമുണ്ട്, നിങ്ങളെന്താ? ഞാൻ പറഞ്ഞ് എൻ്റെ ഇത് എഴുതി കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ പിരിഞ്ഞത്. 10 മാസത്തെ ഒരു മാസം 40 രൂപ വെച്ച് 400 രൂപ അടക്കം ചെയ്തു. അപ്പോൾ എനിക്ക് 500 രൂപ വെച്ച് 94 ഫെബ്രുവരി മാസം മുതൽ അനുവദിച്ചു കിട്ടി. കേരള സർക്കാർ നടപ്പാക്കി പത്രപ്രവർത്തക പെൻഷൻ ഈ മുതിർന്ന പത്രപ്രവർത്തകർക്ക് ഒരു അനുഗ്രഹമായിരുന്നു, ഗുണകരമായിരുന്നു. അതില്ലെങ്കിൽ ഞാനിന്ന് കഞ്ഞി കുടിക്കില്ലല്ലോ. അതുള്ളതുകൊണ്ട് എനിക്ക് വേറെ എന്ത് മാർഗം എനിക്ക് ഒരു വഴിയില്ല. സമ്പാദ്യം ഒന്നും ഉണ്ടായി. എന്ത് സമ്പാദ്യം? നമ്മളെ പോലത്തുള്ള ആൾക്ക് സമ്പാദ്യം ജീവിതം തന്നെ ക്ലേശകരമായിരുന്നു. ഞാൻ ഈ പെൻഷൻ കിട്ടുന്നതിന് മുമ്പ് എനിക്ക് കിട്ടിയിരുന്നത് 27 വർഷം ഞാൻ സർവീസ് ചെയ്തിട്ട് എനിക്ക് പിരിയുമ്പോൾ കിട്ടുന്നത് 500 രൂപയാണ് ജനകത്തിന് മാസത്തിൽ കിട്ടുക. ഒരു മാസം 500 രൂപ. അതിൽ നിന്ന് സ്റ്റാമ്പിൻ്റെ പൈസ ഞാൻ കൊടുക്കണം, കവർ ഞാൻ മേടിക്കണം. ഇതൊക്കെ ഞാൻ ചെയ്യും. എന്നാൽ ഞാനതിന് തൃപ്തനാണ്. എനിക്ക് അത്രയും കിട്ടുന്നുണ്ടല്ലോ, എനിക്കത്ര വേറെ ചിലവില്ല. ഞാൻ അന്നേരം ഒന്നും കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ച കുറേ പ്രായമായിരാ കഴിച്ച ഒരു മകനുണ്ട്. ആദ്യകാലത്ത് വളരെയേറെ പ്രയാസപ്പെട്ട് അതായത് രാഷ്ട്രീയം അതായിരുന്നല്ലോ പണ്ടത്തെ രാഷ്ട്രീയം. എന്ന് പറഞ്ഞാൽ അതായിരുന്നല്ലേ. ഇപ്പോഴത്തെ
ഞാനൊന്നും പറയുന്നില്ല, അത് ശരിയല്ല. ഇന്നിപ്പോൾ സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു. ഈ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞ നല്ല ശമ്പളവും ജീവിതത്തിൽ മാറി. ഈ മേഖലയിലേക്ക് ഒട്ടേറെ പത്രപ്രവർത്തകരാവാൻ യുവാക്കളും യുവതികളൊക്കെ പിന്നെ കടന്നു വരികയാണ്. അപ്പോൾ ഈ വരുന്ന പുതിയ തലമുറയിലെ പത്രപ്രവർത്തകർക്ക് ഈ പഴയ കാലത്ത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഭാഗമായി പത്രപ്രവർത്തന രംഗത്ത് കടന്നു വന്ന അനുഭവസമ്പന്നനായ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പുതിയ തലമുറയിൽപ്പെട്ട പത്രപ്രവർത്തകർക്ക് അല്ലെങ്കിൽ ഇതിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭരതേട്ടന് നൽകാനുള്ള ഒരു സന്ദേശം എന്താണ്? അത് എനിക്ക് നൽകാനുള്ളത്, അവർ ഇപ്പം വരുന്നത് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. പത്രപ്രവർത്തന രംഗത്ത് തന്നെ നല്ല വിദ്യാഭ്യാസം പഠിച്ചു വരുന്നവരാണ്. അവർ സമൂഹത്തിൽ നടക്കുന്ന വസ്തുക്കൾ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യും, പത്രത്തിൽ പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത് അവർക്ക് അവരുടെ ജീവിതത്തിന് തന്നെ വളരെ നല്ലൊരു ഭാവി സുരക്ഷിതത്വം ഉണ്ടാക്കാനിട വരും. അതാണ് വളരെ താല്പര്യം. അതുകൊണ്ട് അതനുസരിച്ച് അവർ ചെയ്യണം. പ്രതിബദ്ധതയുള്ള ഒരു പത്രക്കാരനാവണം. സമൂഹത്തോട്, പ്രത്യേകിച്ച് പാവങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു പത്രക്കാരനായി വന്ന് അവർ ഈ സമൂഹത്തിന് നല്ല സ്ഥാനമാനങ്ങൾ കിട്ടും. എപ്പോഴും അവനെ ഓർക്കും. അതാണ് എനിക്ക്. അതുകൊണ്ട് അവരൊക്കെ അങ്ങനെ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറെ അധികരിച്ചെന്ന് എനിക്ക് അവരോട് പറയാൻ. ഏതായാലും ഒരു 3 പതിറ്റാണ്ടോളം 27-30 വർഷത്തോളം പത്രപ്രവർത്തന രംഗത്ത്, അതും വളരെ പ്രയാസങ്ങൾ ഉള്ളൊരു കാലഘട്ടത്തിൽ പ്രവർത്തിച്ച് ഉള്ള ഒരു അനുഭവങ്ങൾ ഞങ്ങളോടൊപ്പം പങ്കുവെക്കാൻ തയ്യാറായതിൽ ഭരതേട്ടന് വളരെയധികം നന്ദി. ഓക്കെ, നമസ്കാരം.